എനിക്ക് ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിൽ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി. എല്ലാവരും നല്ലോണം ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ അവസാനം ആവുമ്പോഴേക്കും നമ്മൾക്ക് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ് എന്നാണ് നമ്മുടെ നൂറ ആദിലയുടെ അടുത്തും അനുമോളുടെ അടുത്തും രാവിലെ തന്നെ ഇരുന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് നല്ല ഒന്നാം തരം ഒരു മറുപടി ആദില പറയുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനോടും എല്ലാവരോടും നമ്മൾ ഒത്തുപോകണമെന്നില്ല. അതാണ് പോയിന്റ്. ഈ അവസാനത്തെ 9 പേര് വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കും. സോ അതിൽ ആ കളിക്കുന്നവരുമായിട്ട് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ട് അയാൾ ഇവിടെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് വരെ നമുക്ക് വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ആദ്യത്തെ സീസൺ തൊട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പേളിയൊക്കെ നോമിനേറ്റ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. സോ നോമിനേഷൻ ചെയ്യാനായിട്ട് റീസൺസ് ഇല്ല എന്ന് ബിഗ് ബോസിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് എപ്പോഴാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റന്റ് ഒരു സേഫ് ഗെയിമറായിട്ട് മാറുമ്പോഴാണ്, അല്ലാതെയല്ല. എനിക്ക് തോന്നുന്നു നൂറേക്കാൾ ഭയങ്കര ബെറ്റർ ആണ് ആദില ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ. ആദില പറയുന്നുണ്ട് മോക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മോള് പിന്നെ നോമിനേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറിയിരിക്കുക എന്ന് ആദില പറയുന്നുണ്ട്. നീ ഇവിടെയൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇവൾ ഓരോ സമയത്ത് ഓരോന്നാണ് പറയുന്നത്. ഇന്നലെ ഒരാളെ കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞാണ്, ഇന്നിപ്പോൾ പറയുന്നത് ഇവിടെ നോമിനേറ്റ് ചെയ്യാൻ റീസൺ ഇല്ല, എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആണെന്ന്. അതെന്താണ് നൂറ അങ്ങനെ എന്ന് നമ്മുടെ അനുമോള് ഇതിനിടയിൽ കൂടെ നൂറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സോ ലൈവിൽ ഇതൊക്കെയാണ് നടന്നത്. അപ്പോൾ നൂറ പറയുന്നത് ഇപ്പം ഓപ്പൺ നോമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ ബിഗ് ബോസ് ഇത് പൊളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിഗ് ബോസ് ഇടയ്ക്കുന്ന ഓരോരുത്തരെ വിളിച്ചിട്ടാണ് ഇന്ന് നോമിനേറ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്തായാലും നൂറ ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ എല്ലാവരുമായിട്ട് കണക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഒരാളെ പേര് ഓപ്പൺ നോമിനേഷനിൽ പറയാനുള്ള ഒരു ധൈര്യമില്ല. ഈ ബിഗ് ബോസിനകത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ധൈര്യം കാണിക്കേണ്ടി വരും. പോയി ആദിലെ അനുമോളെ അങ്ങ് നോമിനേറ്റ് ചെയ്താൽ മതി. അതല്ലേ മാസ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.